എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 77, 78 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. സൂര്യൻ്റെ അസ്തമനത്തിന് ശേഷം ചന്ദ്രൻ ഉദിച്ചു എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തി. ആ ചന്ദ്രോദയത്തെ പറ്റി തന്നെയാണ് കൂടുതലായിട്ട് വർണ്ണിക്കുന്നത്. ആദ്യം 77ാമത്തെ ശ്ലോകം നോക്കാം. പ്രാലേയഭാനുഃ പ്രഥമൈർമയൂഖൈഃ വിദാരയന്നഗ്രഗതം തമിസ്രം ചിരം ചകാശേ കരിണം മഹാന്തം ഭുജൈർവിഭിന്ദന്നിവ ശൂലപാണി. ആദ്യം പദച്ഛേദം പറയാം. പ്രാലേയഭാനു പ്രഥമൈഃ മയൂഖൈഃ വിദാരയൻ അഗ്രഗതം തമിസ്രം ചിരം ചകാശേ ഹരിണം മഹാന്തം ഭുജൈഹി വിഭിന്ദൻ ഇവ ശൂലപാണി. ഇവിടെ ചന്ദ്രോദയമാണ് വർണ്ണിക്കുന്നത്. ചന്ദ്രൻ്റെ ആദ്യത്തെ കിരണങ്ങൾ ഉദിച്ചുയർന്ന് ഉദയപർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ആദ്യത്തെ കിരണങ്ങൾ വന്നിട്ട് ഇരുട്ടിനെ മുഴുവനും അങ്ങോട്ട് തുടച്ചു മാറ്റി എന്നാണ് കവി വർണ്ണിക്കുന്നത്. നമുക്ക് അർത്ഥം പറയാം. പ്രാലേയ ഭാനു, ഭാനു എന്ന് ഒറ്റയ്ക്ക് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സൂര്യൻ എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ പ്രാലേയ ഭാനു എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥവ്യത്യാസമുണ്ട്. മഞ്ഞുതുള്ളികളെ കിരണങ്ങളാക്കിയവൻ അല്ലെങ്കിൽ തണുപ്പോടു കൂടിയ കിരണങ്ങളുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ എടുക്കുമ്പോൾ അവിടെ പ്രാലേയ ഭാനു എന്നുള്ളതിന് ചന്ദ്രൻ എന്നാണ് അർത്ഥമെടുക്കേണ്ടത്. ചന്ദ്രൻ എന്താ ചെയ്തത്? പ്രഥമൈഹി മയൂഖൈഹി, തൻ്റെ ആദ്യ കിരണങ്ങളെ കൊണ്ട് അഗ്രഗതം തമിസ്രം, മുമ്പിൽ കാണുന്നതായ കട്ടി കൂടിയ ഇരുട്ടിനെ, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പരന്നു കിടക്കുന്നതായ ഇരുട്ടിൻ്റെ ഒരു വലിയ മൂടുപടമുണ്ട്, അതിനെ മുഴുവനും തന്നെ, അതാണ് അഗ്രഗതം തമിസ്രം. വിദാരയൻ, അതിനെ വിദാരണം ചെയ്തുകൊണ്ട്, വിദാരണം ചെയ്യുക എന്ന് പറയുമ്പോൾ ശരിക്കും തുളയ്ക്കുക, ആ കട്ടി കൂടിയ സാധനങ്ങൾക്ക് ഒരു തുളയുണ്ടാക്കണത് പോലെ. അപ്പോൾ ഈ ലോകത്തിനെ മുഴുവനും കട്ടി കൂടിയ ഒരു കരിമ്പടം മൂടിയതുപോലെ ഇരുട്ട് കിടക്കുകയായിരുന്നു. അതിനെ ചന്ദ്രൻ്റെ കിരണങ്ങളെ കൊണ്ട് തുളച്ച് മാറ്റി അതങ്ങോട്ട് തുരന്ന് കളഞ്ഞു എന്നൊക്കെ പറയാം. അതാണ് വിദാരണം ചെയ്യുക എന്നുള്ള വാക്കിനർത്ഥം. തമിസ്രം, ആ കട്ടി കൂടിയ ഇരുട്ടിനെ മുമ്പിൽ കണ്ട ആ സമയത്ത് തന്നെ, കണ്ട പാടെ തന്നെ ആ കട്ടി കൂടിയ ഇരുട്ടിനെ തൻ്റെ കരങ്ങളെ കൊണ്ട്, രശ്മികൾ അങ്ങനെയാണല്ലോ, അങ്ങനെ തുളച്ച് കയറി വരുന്നതാണ്, ആ രശ്മികളെ കൊണ്ട് വിദാരണം ചെയ്തിട്ട് തുരന്ന് കളഞ്ഞിട്ട് മഹാന്തം കരിണം ഭുജൈഹി വിഭിന്ദൻ ശൂലപാണി ഇവ ചിരം ചകാശേ. അപ്പോൾ ചന്ദ്രൻ ആരെ പോലെയായി എന്ന് കവി വർണ്ണിക്കുകയാണ്. നോക്കൂ, മഹാന്തം കരിണം, മഹാനായ അല്ലെങ്കിൽ വളരെ വലിപ്പമുള്ളതായ കരിയെ, കരി എന്ന് പറഞ്ഞാൽ ആനയാണ്, അങ്ങനെയുള്ളൊരു ആനയെ കരിണം ഭുജൈഹി വിഭിന്ദൻ, തൻ്റെ കൈകളെ കൊണ്ട് മുറിച്ച് കളഞ്ഞ അല്ലെങ്കിൽ അതിനെ വധിച്ചു കളഞ്ഞ ശൂലപാണിയെ പോലെ. ശൂലപാണി, ശൂലം കയ്യിലുള്ളവൻ ശ്രീപരമേശ്വരനാണ്, മഹാദേവനാണ്. അപ്പോൾ ശൂലപാണിയെ പോലെ, അപ്പോൾ ഗജാസുരനെ വധിച്ച ശിവനെ പോലെ, പരമശിവനെ പോലെ, ചിരം ചകാശേ, വളരെയധികം ശോഭിച്ചു, വളരെയേറെ നേരം ശോഭിച്ചു എന്നും വേണമെങ്കിൽ പറയാം. അതായത് ചന്ദ്രൻ ഉദിച്ചു വരികയാണ്, ചന്ദ്രൻ്റെ ശക്തമായിട്ടുള്ള കിരണങ്ങൾ വന്നു, അതോടുകൂടിയിട്ട് ഭൂമിയെ മൂടിയിരുന്നതായ കട്ടി കൂടിയ ഇരുട്ട് ഇല്ലാതെയായി. ആ കട്ടി കൂടിയ ഇരുട്ടിനെ ചന്ദ്രൻ തൻ്റെ കിരണങ്ങളെ കൊണ്ടാണ് അറുത്തു മാറ്റിയത്, മുറിച്ചു മാറ്റിയത് എന്നർത്ഥം. അപ്പോൾ ഇവിടെ കരം എന്നുള്ളതിന് ഈ രശ്മികൾ എന്നർത്ഥമുണ്ട്, കിരണങ്ങൾ എന്നർത്ഥമുണ്ട്, അതേപോലെ തന്നെ കയ്യ് എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ശ്രീപരമേശ്വരനെ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയാണ്, ഒരു ഉപമാലങ്കാരത്തോടു കൂടി പറയാണ്, ശ്രീപരമേശ്വരൻ തൻ്റെ കൈകളെ കൊണ്ട് എങ്ങനെയാണ് ഗജാസുരനെ വധിച്ചത്, മുറിച്ചു കീറിക്കൊന്നത്, അതുപോലെ ഈ കട്ടി കൂടിയ കരിമ്പടം, ഇരുട്ടിൻ്റെ കരിമ്പടത്തെ ചന്ദ്രൻ തൻ്റെ വീജികളെ കൊണ്ട്, തൻ്റെ രശ്മികളെ കൊണ്ട് അറുത്തു മാറ്റിക്കളഞ്ഞു. എന്നിട്ട് ശ്രീപരമേശ്വരൻ ആ ഗജാസുരൻ്റെ വസ്ത്രം, ഗജാസുരൻ്റെ തോലുരിഞ്ഞിട്ട് തൻ്റെ വസ്ത്രമായിട്ട് ഉടുക്കണ, അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ കരിചർമാംബരധരൻ എന്നൊക്കെ വിളിക്കുന്നത്, ചർമ്മധരൻ എന്നൊക്കെ പറയണത്. പുലിത്തോലാണ് എന്ന് പലപ്പോഴും പറയുമായിരിക്കും. പുലിത്തോൽ ഉടുക്കണേക്കാൾ പുലിത്തോല് വിരിച്ചിരിക്കുന്ന ഭഗവാനെയാണ് നമ്മൾ കഥകളിലും അതുപോലെ തന്നെ കാവ്യങ്ങളിലും ഒക്കെ വർണ്ണിച്ച് കണ്ടിട്ടുള്ളത്. ഉടുക്കണ തോല് ആനയുടെ തന്നെയാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഗജാസുരനെ വധിച്ച്
അവൻ്റെ തോലുരിഞ്ഞുടുത്തവനാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ ചന്ദ്രനും ശോഭിച്ചു, ആ ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്തിട്ട്, അങ്ങനെ എല്ലാവർക്കും വെളിച്ചം നൽകിയിട്ട് എങ്ങനെയാണോ പരമശിവൻ ശോഭിക്കുന്നത് അതുപോലെ തന്നെ ചന്ദ്രനും ശോഭിച്ചു എന്നാണ് കവി വർണ്ണിക്കുന്നത്. നമുക്ക് 78ാമത്തെ ശ്ലോകം കൂടി നോക്കാം. പരിസ്ഫുരത് കീടമണിസ്ഫുലിംഗം ഘോരം തമസ്സഞ്ജയ കാളകൂടം പപൗ ജഗത്പാലന തത്പരാത്മാ സോമസമുദ്ദീപിത പഞ്ചബാണ. പദപരിചയം നടത്താം, പദച്ഛേദമില്ല. പരിസ്ഫുരത് കീടമണിസ്ഫുലിംഗം ഘോരം തമസ്സഞ്ജയ കാളകൂടം പപൗ ജഗത്പാലന തത്പരാത്മാ സോമ സമുദ്ദീപിത പഞ്ചബാണ. ഇവിടെ ചന്ദ്രനെയും ശിവനെയും തന്നെയാണ് കൂട്ടിച്ചേർത്ത് പറയണത്. പക്ഷേ കൂട്ടിച്ചേർത്തിട്ടല്ല, ഉപമയല്ല അലങ്കാരം, വ്യതിരേകമായിട്ടാണ് പറയണത്. എന്താണ്, ഏതാണ്ട് ഒരേപോലെയാണ്, പക്ഷേ ചില ഭേദങ്ങളുണ്ട്. അതാണ് വ്യതിരേകോ വിശേഷശ്ചേത് ഉപമാനോപമേയോഹോ എന്ന് പറയും. അതായത് ചന്ദ്രനെയും ശ്രീപരമേശ്വരനെയും ഒരേപോലെ തന്നെ വർണ്ണിക്കുക, പക്ഷേ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്ന് പറയാം. അതാണ് ഇവിടെ പറയണത്. ജഗത്പാലന തത്പരാത്മാ സമുദ്ദീപിത പഞ്ചബാണ സോമ. സോമ എന്നുള്ള പദത്തിന് ഉമയാ സഹ വർത്തതേതി സോമ എന്ന് ശിവൻ എന്നുള്ള അർത്ഥത്തിലും സോമൻ എന്നുള്ളത് പ്രസിദ്ധമായിട്ട് ചന്ദ്രൻ എന്നുള്ള അർത്ഥത്തിലുമാണ്. ഇവിടെ രണ്ട് വാക്കുകൾ, ഒന്ന് ജഗത്പാലന തത്പരാത്മാ എന്നുള്ളതും മറ്റൊന്ന് സമുദ്ദീപിത പഞ്ചബാണ എന്നുള്ളത്. അപ്പോൾ ജഗത്തിനെ പരിപാലനം ചെയ്യാൻ താല്പര്യമുള്ളവനായിട്ടുള്ള സോമൻ, അതുപോലെ തന്നെ പഞ്ചബാണനെ നന്നായി വർദ്ധിപ്പിക്കുന്നവനായിട്ടുള്ള സോമൻ. ഇതിൽ രണ്ട് വിശേഷണങ്ങളാണ് കൊടുത്തത്. ഒന്ന് ശിവന് ചേരുന്നതാണ്, ഒന്ന് ശിവന് ചേരുന്നതല്ല. അതുപോലെ തന്നെ ഒന്ന് ചന്ദ്രന് ചേരുന്നതാണ്, ഒന്ന് ചന്ദ്രന് ചേരുന്നതുമല്ല. അങ്ങനെയാണ് ആ വർണ്ണന വരുത്തിയിരിക്കുന്നത്. അതായത് ജഗത്പാലന തത്പരാത്മാവ് എന്നുള്ളത് ചന്ദ്രനെ പറ്റി നമ്മൾ അങ്ങനെ പറയാറില്ല. ചന്ദ്രൻ നല്ലവണ്ണം വെളിച്ചവും തണുപ്പും ഒക്കെ കൊടുക്കേണ്ടതെന്നേ ഉള്ളൂ. പരിപാലനമൊന്നും ചന്ദ്രൻ്റെ ഒരു കർത്തവ്യത്തിൽ പെടണതല്ല. പക്ഷേ പഞ്ചബാണനെ, കാമദേവനെ സമുദ്ദീപിപ്പിക്കുക, രാത്രിയാകുമ്പോൾ നല്ല നിലാവും തണുപ്പുമൊക്കെ ഉണ്ടാകുമ്പോൾ കാമം വർദ്ധിക്കും മനുഷ്യർക്കൊക്കെ. അപ്പോൾ അത് വർദ്ധിപ്പിക്കുന്നതിൽ, കാമത്തെ വർദ്ധിപ്പിക്കുന്നതിൽ, കാമദേവനെ നന്നായി പരിപോഷിപ്പിക്കുന്നതിൽ ചന്ദ്രന് നല്ല പങ്കുണ്ട്. അപ്പോൾ ഒരു വിശേഷണം ശിവന് ചേരുന്നതും മറ്റൊരു വിശേഷണം ചന്ദ്രന് ചേരുന്നതുമാണ്. അതുപോലെ തന്നെ ശിവന് ചേരണ വിശേഷണമാണ് പറഞ്ഞു ലോകത്തിനെ മുഴുവനും സംരക്ഷിക്കുക എന്നുള്ളത്. അത് ശിവൻ്റെ ഒരു കർത്തവ്യമാണ്. ലോകത്തിന് വേണ്ടതായ പരിരക്ഷണങ്ങൾ, സഹായങ്ങൾ, വാത്സല്യമൊക്കെ കൊടുക്കുന്നത് ശ്രീ പരമേശ്വരനാണ്. പക്ഷേ പഞ്ചബാണനെ വധിച്ചവനുമാണ് ശിവൻ. അതാണ് സമുദ്ദീപിത പഞ്ചബാണ എന്നുള്ളത് ശിവന് ചേരുന്നതുമല്ല. അതുകൊണ്ടാണ് രണ്ടുപേരെയും ഒരേ സമയം ചേർത്ത് വർണ്ണിക്കുന്നുണ്ട്. പക്ഷേ രണ്ടുപേർക്കും ചേരാത്തതായിട്ടുള്ള കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് പറയണത് കൊണ്ട് വ്യതിരേകാലങ്കാരമുണ്ട് എന്ന് പറഞ്ഞത്. അങ്ങനെ സമുദ്ദീപിത പഞ്ചബാണ സോമ പരിസ്ഫുരത് കീടമണിസ്ഫുലിംഗം ഘോരം തമസഞ്ജയ കാളകൂടം പപൗ. അത് രണ്ടുപേരും ഒരേപോലെ ചെയ്തു. എന്താ ചെയ്തത്? ശിവനാണെങ്കിൽ കാളകൂട വിഷം പാനം ചെയ്തു, ചന്ദ്രനാകട്ടെ ഈ ഇരുട്ടിനെ മുഴുവനും ഇല്ലാതെയാക്കി. എങ്ങനെയുള്ളതായിരുന്നു കാളകൂട വിഷം? തമസ്സഞ്ജയ കാളകൂടം, തമസ്സിൻ്റെ കൂട്ടമാകുന്ന കാളകൂടത്തെ, ഇരുട്ടാകുന്ന കാളകൂടത്തെ ചന്ദ്രൻ പാനം ചെയ്തു. അല്ലെങ്കിലും ഇരുട്ടിനെ പോലെ കറുത്ത് സ്ഫുലിംഗങ്ങൾ, അഗ്നിനാളങ്ങളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അത്ര തീവ്രമായിട്ടുള്ള ആ കാളകൂട വിഷത്തെ ശിവനും പാനം ചെയ്തു. അപ്പോൾ ഇവിടെ രണ്ട് ദിക്കിലും രണ്ട് ഭാഗത്തും സാമ്യമുണ്ട്. ഇനി എങ്ങനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്? ആ കാളകൂട വിഷത്തിൻ്റെ സ്വഭാവമാണ് പരിസ്ഫുരത് കീടമണിസ്ഫുലിംഗം. പരിസ്ഫുരത് എന്ന് പറഞ്ഞാൽ ശോഭിച്ചു കൊണ്ടിരിക്കുന്നതായ കീടമണിസ്ഫുലിംഗം. കീടം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മിന്നാമിനുങ്ങാണ്. മിന്നാമിനുങ്ങുകൾ ഇങ്ങനെ പാറിപ്പറക്കുന്നു ഇരുട്ടത്ത് എന്ന് പറയുമ്പോൾ അത് ആ ഇരുട്ടിൻ്റെ സ്ഫുലിംഗങ്ങൾ പോലെ, തീനാളങ്ങൾ പോലെ, അതിൻ്റെ ശക്തി പോലെയാണ് തോന്നിക്കുന്നത്. കാളകൂട വിഷത്തിലും അങ്ങനെ തന്നെയായിരുന്നു. തീനാളങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നു. അപ്പോൾ ചന്ദ്രൻ ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്തു തൻ്റെ കരങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ താൻ വിഴുങ്ങി. ചന്ദ്രൻ്റെ ആ നിലാവ് അങ്ങോട്ട് വ്യാപിച്ചപ്പോൾ എല്ലാ ഇരുട്ടും നീങ്ങി. അതുപോലെ തന്നെ ശിവനും ശ്രീ പരമേശ്വരനും എന്തു ചെയ്തു? അഗ്നിസ്ഫുലിംഗങ്ങളുള്ള കാളകൂട വിഷത്തിനെ പാനം ചെയ്തു എന്ന് പറയുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ പലതരം അലങ്കാരങ്ങളുണ്ട്, ഉപമയുണ്ട്. ചില സ്ഥലങ്ങളിൽ ഉപമ ചേർത്ത് പറയാൻ പറ്റും. എന്നാൽ വളരെ വ്യക്തമായിട്ട് സാദൃശ്യവുമുണ്ട്, അതേപോലെ തന്നെ സാദൃശ്യമില്ലായ്മയും പറഞ്ഞതുകൊണ്ട് പ്രധാനമായിട്ട് വ്യതിരേകാലങ്കാരമാണ് വരണത് എന്ന് വ്യാഖ്യാതാവ് നന്നായി വ്യാഖ്യാനിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജഗത്പാലനം എന്നുള്ളത് വേണമെങ്കിൽ ചന്ദ്രനും കൂട്ടിച്ചേർത്ത് പറയാം. ലോകത്തിന് വെളിച്ചമൊക്കെ കൊടുത്ത് ഇരുട്ടിൽ നിന്ന് ലോകത്തെ പാലിക്കുകയാണല്ലോ ചെയ്തത്. അപ്പോൾ അത് രണ്ടും ചന്ദ്രന് അധികമായിട്ട് വർണ്ണിച്ചത് കൊണ്ടാണ് ഇവിടെ വ്യതിരേകാലങ്കാരം എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ സാദൃശ്യങ്ങളുണ്ട്, സാദൃശ്യത്തോടൊപ്പം തന്നെ വൈസാദൃശ്യങ്ങൾ, ചേർച്ചയില്ലായ്മകളും ഇവിടെ പറയുന്നുണ്ട്. ഏതായാലും ചന്ദ്രൻ ശ്രീപരമേശ്വരനെ പോലെ ശോഭിച്ചു എന്ന് കവി വർണ്ണിക്കുകയാണ് ചെയ്യണത്. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. പ്രാലേയഭാനുഃ പ്രഥമൈർമയൂഖൈഃ വിദാരയന്നഗ്രഗതം തമിശ്രം ചിരം ചകാശേ ഹരിണം മഹാന്തം ഭുജൈർവിഭിന്ദന്നിവ ശൂലപാണി പരിസ്ഫുരത്കീടമണിസ്ഫുലിംഗം ഘോരം തമസ്സഞ്ജയകാളകൂടം പപൗ ജഗത്പാലന തത്പരാത്മാ സോമസമുദ്ദീപിത പഞ്ചബാണ. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.